എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധനുമാസത്തിലെ തിരുവാതിര ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പരമശിവൻ്റെ പിറന്നാളാണ്. എല്ലാ മാസവും തിരുവാതിരയുണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഈ ദിനത്തിൽ ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഐശ്വര്യപൂർണമായ ജീവിതം നമുക്ക് ലഭിക്കുന്നു. അതിനാൽ തന്നെയും തിരുവാതിര വളരെ ആഘോഷപൂർവ്വമാണ് നടത്തുന്നത്. തിരുവാതിര പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉത്സവമാണ്. എല്ലാ വ്രതങ്ങളിലും ഭക്തിയുണ്ടെങ്കിലും ഈ തിരുവാതിര വ്രതത്തിന് ഭക്തി മാത്രമല്ല, കുറച്ച് ഭക്തിയിൽ കൂടെയുള്ള കുറച്ച് എൻ്റർടൈനിങ് കൂടി ഉണ്ട്. കാരണം തിരുവാതിര കളി, അതുപോലെ തന്നെ ഊഞ്ഞാലാട്ടം, ഇങ്ങനെ നമുക്ക് കുറച്ച് മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഉത്സവം പോലെയാണ് ഈ തിരുവാതിര ആഘോഷിക്കുന്നത്. ഉമാമഹേശ്വര പ്രീതിക്കായിട്ടാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. മഹാദേവൻ്റെ ജന്മനാളിൽ ശ്രീ പാർവതി ഭർത്താവിൻ്റെ നന്മയ്ക്കായി വ്രതം അനുഷ്ഠിച്ചിരുന്നു. അതിനാൽ തന്നെയും എല്ലാ സ്ത്രീകളും തിരുവാതിര നാളിൽ ഭർത്താവിൻ്റെ നന്മയ്ക്കായി വ്രതമനുഷ്ഠിക്കുവാൻ തുടങ്ങി. കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപികമാർ കാത്യായനി പൂജ നടത്തിയതും ശിവൻ്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ദഹിപ്പിച്ച ശേഷം കാമദേവൻ്റെ ഭാര്യയായ രതീദേവിയുടെ പ്രാർത്ഥനയാൽ ഭർത്താവിനെ വീണ്ടുകിട്ടാൻ വരം നൽകിയതും തിരുവാതിര നാളിലായിരുന്നു എന്നും വിശ്വാസമുണ്ട്. വളരെ മഹത്വമേറിയതും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതവുമാണ് തിരുവാതിര വ്രതം. വിവാഹം കഴിയാത്തവർക്ക് ഉത്തമ വരനെ ലഭിക്കുവാനും വിവാഹം കഴിയുവാനും, വിവാഹം കഴിഞ്ഞവർക്ക് ഉത്തമ ദാമ്പത്യ ജീവിതത്തിനും ഐശ്വര്യപൂർണമായ കുടുംബജീവിതത്തിനും സന്താന സൗഭാഗ്യത്തിനും ഭർത്താക്കന്മാർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കുന്നതിനും വേണ്ടിയുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. തിരുവാതിര നാളിൽ ഉറക്കമൊഴിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം ഉറക്കമൊഴിക്കുവാനായിട്ട്. പാലാഴി മഥന സമയത്ത് നാഗരാജാവ് വാസുകിയുടെ വായിൽ നിന്ന് പുറത്തേക്കൊഴുകിയ കാളകൂട വിഷം ഭൂമിയിൽ വീണ് നശിക്കാതിരിക്കാൻ ദേവന്മാർ ശിവഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുകയും ശിവഭഗവാൻ ആ വിഷം വിഴുങ്ങുകയും അത് അകത്തേക്ക് ഇറങ്ങാതിരിക്കുവാനായി പാർവതീദേവി ശിവൻ്റെ കണ്ടത്തിൽ അമർത്തിപ്പിടിച്ച് പ്രാർത്ഥനയോടെ ഉറക്കമൊഴിച്ചു എന്നതാണ് തിരുവാതിരയ്ക്ക് ഉറക്കമൊഴിക്കുന്നതിൻ്റെ പ്രാധാന്യം വന്നത്. 2025 ജാനുവരി 12 ഞായറാഴ്ച രാവിലെ 11:24 തിരുവാതിര തുടങ്ങുന്നു. തിരുവാതിര അവസാനിക്കുന്നത് 2025 ജാനുവരി 13 തിങ്കളാഴ്ച രാവിലെ 10:38 ജാനുവരി 11 ശനിയാഴ്ച 12:24 മുതലാണ് മകീരം തുടങ്ങുന്നത്. മകീരം വ്രതമെടുക്കുന്നത് കുട്ടികളുടെ ഐശ്വര്യത്തിന് ഏറെ ഗുണകരമാണ്. തിരുവാതിര തുടങ്ങുന്നതിന് മുൻപ്, അതായത് ഞായറാഴ്ച രാവിലെ 11:24 മുൻപ് ഊണ് കഴിക്കാം. അതിനുശേഷമാണ് തിരുവാതിര വ്രതം തുടങ്ങുന്നത്. പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാവുന്നവർക്ക് അങ്ങനെയും ഉപവസിക്കാം. പാലും പഴങ്ങളും മാത്രം കഴിച്ചും വ്രതമെടുക്കാം. കരിക്ക്, ഇളനീർവെള്ളമൊക്കെ കഴിച്ച് നമുക്ക് വ്രതമെടുക്കാം. അല്ലെങ്കിൽ അരിയൊഴിച്ചുള്ള ധാന്യങ്ങളും പുഴുക്ക്, കൂവ കുറുക്കിയത്, എട്ടങ്ങാടിയെല്ലാം കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കാം. മകയിര നാളിലും തിരുവാതിര നാളിലും വ്രതമനുഷ്ഠിക്കുന്നത് ഏറെ ഗുണകരമാണ്. തിരുവാതിര നാളിൽ അതിപുലർച്ചെ കുളി കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് ഭർത്താവിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വിവാഹം കഴിയാത്തവർക്ക് നല്ലൊരു ഭർത്താവിനെ വരനായി ലഭിക്കുവാനുമാണ്. തിരുവാതിര കളി, പാതിരാപ്പൂ ചൂടൽ, ഊഞ്ഞാലാടുക എല്ലാം ഇന്നും ചിലയിടങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ദശപുഷ്പം ചൂടുന്ന പതിവുമുണ്ട്. നെടുമംഗല്യത്തിനു വേണ്ടിയാണ് ദശപുഷ്പം ചൂടുന്നത്. കറുക, വിഷ്ണുക്രാന്തി, മുക്കുറ്റി, പൂവാങ്കുരുന്നില, നിലപ്പന, കയ്യുന്നി, ഉഴിഞ്ഞ, മുയൽച്ചെവി, ചെറുള, തിരുതാളി എന്നിവയാണ് ദശപുഷ്പങ്ങൾ. തിരുവാതിര വ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണ വ്രതഫലം കിട്ടുകയുള്ളൂ. തിരുവാതിര നാളിൽ ഉറക്കമൊഴിക്കുക എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടോ മൊബൈൽ നോക്കിയോ ഒന്നും ഉറക്കമൊഴിക്കരുത്.
ശിവസഹസ്രനാമം, ശിവപുരാണം, ശിവഭക്തിഗാനങ്ങൾ ഇവയൊക്കെ കണ്ടും പാരായണം ചെയ്തും കേട്ടും വേണം ഉറക്കമൊഴിക്കുവാനായിട്ട്. ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയുന്ന പോലെ പൂജകളും വഴിപാടുകളും നടത്തുകയും ചെയ്യുക. തിങ്കളാഴ്ച രാവിലെ 10:38 അരിഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഉമാമഹേശ്വര പ്രീതിയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ.